എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ സൗമ്യ സരനാണ്. ഇന്ന് നമ്മളൊരു കുഞ്ഞു ടോക്കാണ് ചെയ്യുന്നത്. എല്ലാവർക്കും എളുപ്പവഴിയാണ് വേണ്ടത് അല്ലെ? തടി കുറയ്ക്കാൻ എളുപ്പവഴി വേണം, മുടി വെക്കാൻ എളുപ്പവഴി വേണം, നിറം വെക്കാൻ എളുപ്പവഴി വേണം, ഷുഗർ കുറയാൻ എളുപ്പവഴി വേണം. സോ എല്ലാവരും ചോദിക്കുന്നത് എന്താണ് പ്രമേഹം അല്ലെങ്കിൽ ഷുഗർ ഉള്ളവർക്ക് അതൊന്ന് കൺട്രോൾ ചെയ്യാനും അല്ലെങ്കിൽ മരുന്ന് കുറയ്ക്കാനും ഒക്കെ ഉള്ള ഒരു എളുപ്പവഴി, അല്ലെങ്കിൽ തടി കുറയ്ക്കാനുള്ളവർക്ക് അതിനെന്താണ് എളുപ്പവഴി? ഇതിന് രണ്ടിനുള്ള ഒരേ ഒരു എളുപ്പവഴിയാണ് ഇന്ന് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അത് നിങ്ങളുടെ ഭക്ഷണത്തിലുള്ള ചില കൺട്രോളുകളാണ്. ഭക്ഷണത്തിൽ 2 സംഗതികൾ ഒഴിവാക്കുക, 2 സംഗതികൾ കൂട്ടുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രമേഹം ഉണ്ടെങ്കിൽ പ്രമേഹം കൺട്രോൾ ആവും, മരുന്നൊക്കെ കുറയ്ക്കാൻ പറ്റും. ഇൻസുലിൻ ആണെങ്കിൽ അതൊക്കെ കുറച്ച് ചിലപ്പോൾ നമുക്ക് മരുന്നിലേക്ക് വരാൻ പറ്റും. മരുന്ന് കഴിക്കുന്നവർക്ക് ചിലപ്പോൾ ഡയറ്റ് മാത്രമായി തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. തടി കുറയ്ക്കാനുള്ളവർക്കും ഇതേ കാര്യം തന്നെയാണ്. തടി നന്നായിട്ട് കുറയാനും സഹായിക്കും. അതെന്താണ് നമ്മൾ ഒഴിവാക്കേണ്ട സംഭവം? എല്ലാവർക്കും അറിയാം, കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷുഗറായി മാറുന്നത്. ഇതാണ് പൊണ്ണത്തടിക്കും അതുപോലെ തന്നെ പ്രമേഹ രോഗത്തിനും കാരണം. സോ കാർബോഹൈഡ്രേറ്റ് അഥവാ അന്നജത്തിനെ നമ്മൾ ഒഴിവാക്കണം, പരമാവധി ഒഴിവാക്കണം. എന്തിലൊക്കെയാണ് കാർബോഹൈഡ്രേറ്റ് അഥവാ അന്നജം ഉള്ളത്? നമ്മൾ കഴിക്കുന്ന സംഭവങ്ങളിൽ മെയിൻ ആയിട്ട് 2 തരം ഭക്ഷണങ്ങളിലാണ് കാർബോഹൈഡ്രേറ്റും അന്നജവും, അല്ലെങ്കിൽ അഥവാ അന്നജം. കാർബോഹൈഡ്രേറ്റ് എന്നുള്ളത് അതിന്റെ ഇംഗ്ലീഷ് പേരാണ്, അന്നജം എന്നുള്ളത് നമ്മുടെ മലയാളവും. അതിലാണുള്ളത്. അത് ഏതൊക്കെയാണെന്നറിയോ? ധാന്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ കിഴങ്ങുവർഗ്ഗങ്ങൾ. ഓക്കെ, ധാന്യങ്ങളും കിഴങ്ങുവർഗ്ഗങ്ങളും. നമ്മൾ കഴിക്കുന്ന ധാന്യങ്ങൾ എന്തൊക്കെയാണ്? അരി, ഗോതമ്പ്, റാഗി. ഇത് ഏതെടുത്താലും ശരി, അതിലെല്ലാം നല്ല രീതിയിൽ കാർബോഹൈഡ്രേറ്റും അന്നജവും ഉണ്ട്. അതുകൊണ്ട് പരമാവധി കുറയ്ക്കുക. ഇനി കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? മരച്ചീനി, ചേന, ചേമ്പ്. ഇതെല്ലാം ഭൂമിക്കടിയിൽ വളരുന്ന ഈ പറയുന്ന കിഴങ്ങ് വർഗ്ഗങ്ങളിലെല്ലാം ഫുള്ളായിട്ട് കാർബോഹൈഡ്രേറ്റ് ആണ്. സോ അതിന്റെ ഉപയോഗവും അതിനെ ഒരിക്കലും പച്ചക്കറിയായിട്ട് കണ്ടിട്ട് കഴിക്കാൻ പറ്റില്ല. കിഴങ്ങ് വർഗ്ഗങ്ങൾ ഒരിക്കലും പച്ചക്കറികളല്ല, അത് കിഴങ്ങ് വർഗ്ഗങ്ങളാണ്. അത് അന്നജത്തിന്റെയും കാർബോഹൈഡ്രേറ്റിന്റെയും പ്രധാന സോഴ്സുകളാണ്. സോ നമ്മുടെ ഭക്ഷണത്തിൽ ഒഴിവാക്കേണ്ട 2 ആളുകൾ ആരൊക്കെയാണ്? ഒന്ന് ധാന്യം അഥവാ സീരിയൽസ് എന്ന് പറയും, രണ്ടാമത്തത് കിഴങ്ങുവർഗ്ഗങ്ങൾ. പിന്നെ മധുരപലഹാരങ്ങൾ കുറയ്ക്കണം എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ലഡ്ഡു, ജിലേബി സംഭവങ്ങളെല്ലാം അതുപോലെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. മധുരപലഹാരങ്ങൾ എന്തായാലും കുറയ്ക്കണം. അതേപോലെ തന്നെ ഭക്ഷണത്തിലേക്ക് ആഡ് ചെയ്യേണ്ട 2 സംഗതികളുണ്ട്. അതെന്തൊക്കെയാണ്? പച്ചക്കറികളും പിന്നെ അതുപോലെ പ്രോട്ടീനും. 2 P ആണ്, പച്ചക്കറികളും പ്രോട്ടീനും. ഓക്കെ, പച്ചക്കറികൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പച്ചക്കറി കഴിച്ചാലും അതിപ്പോ അതിന് കലോറി വളരെ കുറവാണ്. ഓക്കെ, നമുക്ക് വൈറ്റമിൻസും മിനറൽസും ഒക്കെ കിട്ടും ചെയ്യും. അപ്പൊ അതുകൊണ്ട് പച്ചക്കറികൾ നമ്മൾ പരമാവധി കഴിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ പ്രോട്ടീൻ, നമ്മൾ കാർബോഹൈഡ്രേറ്റിനേക്കാൾ കൂടുതൽ നമ്മുടെ ഭക്ഷണത്തിൽ പ്രോട്ടീൻ ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക. പ്രോട്ടീൻ എന്തിലൊക്കെയാണ് ഉള്ളത്? മെയിൻ ആയിട്ട് നോൺ വെജ് ഐറ്റംസിലും വെജിറ്റേറിയൻസിനാണെന്നുണ്ടെങ്കിൽ പൾസസിൽ, അതായത് പയറുവർഗ്ഗങ്ങളിൽ. നോൺ വെജിൽ ഏതൊക്കെയുണ്ട്? മുട്ടയിലുണ്ട്, പാലിലുണ്ട്, ഇറച്ചിയിലുണ്ട്, മീനിലുണ്ട്. അതേ പറഞ്ഞ പോലെ തന്നെ വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ പൾസസ് അഥവാ പയറുവർഗ്ഗങ്ങൾ. പയറുവർഗ്ഗങ്ങൾ പറഞ്ഞാൽ എന്തൊക്കെയാണ്? നമ്മുടെ ദാല്, പരിപ്പ്, കടലപ്പരിപ്പ്, അതുപോലെ തന്നെ കടല, നമ്മൾ പുട്ടിന് ഉപയോഗിക്കുന്ന കടലയില്ലേ, അതൊക്കെയാണ് നമ്മുടെ ധാന്യങ്ങൾ. അപ്പൊ അതിലൊക്കെ ധാരാളം ധാന്യങ്ങളല്ല, പൾസസ് അഥവാ പയറുവർഗ്ഗങ്ങൾ, അതിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. സോ ഇതെല്ലാം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അല്ലാതെ പല പാനീയങ്ങളും അല്ലെങ്കിൽ പല ഡ്രിങ്കുകളും ഒക്കെ കുടിച്ചിട്ട് നിങ്ങൾക്ക് ഷുഗർ കൺട്രോൾ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് മഹാ അബദ്ധമാണ്. നമ്മുടെ പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റിംഗ് തന്നെയാണ് ഷുഗർ കൺട്രോൾ ചെയ്യാനാണെങ്കിലും ശരി, BP കൺട്രോൾ ചെയ്യാനാണെങ്കിലും ശരി, അതുപോലെ തന്നെ പൊണ്ണത്തടി കുറയ്ക്കാനാണെങ്കിലും ശരി. ഈ 2 ഭക്ഷണ സാധനങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങളും ധാന്യങ്ങളും പരമാവധി കുറയ്ക്കുക, പച്ചക്കറികളും പ്രോട്ടീനും പരമാവധി കഴിക്കാൻ ശ്രമിക്കുക കേട്ടോ. യെസ്, ചക്ക കഴിക്കുന്നത് 1 or 2 ചുളയൊന്നും കഴിക്കണോണ്ട് കുഴപ്പമില്ല. പക്ഷെ ചക്കയിൽ ധാരാളം ഷുഗർ അടങ്ങിയിട്ടുണ്ട്. നല്ല മധുരമുള്ള പഴമാണല്ലേ ചക്കയും മാങ്ങയൊക്കെ. അപ്പൊ അതുകൊണ്ട് അതൊക്കെ നല്ലപോലെ ഇരുന്നിട്ട് ഒരു അരച്ചക്കയൊക്കെ ഇരുന്ന് കഴിച്ചാൽ ശരിയാവില്ല. 1 or 2 ചുള നമുക്ക് നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് കഴിക്കാം കേട്ടോ. സോ ഇതാണ് ഇന്നത്തെ ടോക്ക്. വളരെ വളരെ ഷോർട്ട് ടോക്കാണ്. എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. എളുപ്പവഴി ഇതാണ്, ഇതിന്റെ എളുപ്പവഴി. ഷുഗർ കുറയ്ക്കാനും പൊണ്ണത്തടി കുറയ്ക്കാനും മാക്സിമം ഇത് കാണുന്ന എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്തെത്തിക്കൂ കേട്ടോ. ബൈ, ഗുഡ് നൈറ്റ്.